മൂന്നും രണ്ടും രണ്ട്, മൂന്നും രണ്ടും രണ്ടെന്ന എഴുത്തുകൾ 14 ഗണം, പാദം രണ്ടിലും ഒന്നുപോൽ, ഗുരു ഒന്നെങ്കിലും വേണം, മാറാതെ ഓരോ ഗണത്തിലും നടുക്ക് ഏതി പാതാതി പൊരുത്തം. ഇത് കേൾക്കുകയാണ്. നല്ലോണം വെള്ളം പോലെ പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോയത്. പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്തു. പക്ഷെ എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ 3-2 മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കിയൊന്നും ഓർമ്മയില്ല. ടെൻഷനായി, കാരണം മാർക്ക് പോവും. കുറേ നേരം ആലോചിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിൽ കടന്നു. ടെൻഷൻ കാരണം അതും മറന്നുപോയി. ഇങ്ങനെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചത്? റോഡ് ലേണിംഗ് ആണ് നടന്നത്. ആ കുട്ടി അർത്ഥം മനസ്സിലാക്കിയത് പഠിച്ചിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അത് എഴുതിയെടുക്കായിരുന്നു. രണ്ടാമത്തെ കാര്യം, പരീക്ഷയുടെ തലേ ദിവസം പുതുതായിട്ട് ഒന്നും പഠിക്കാതിരിക്കുക, മറന്നു പോകും. ഓർഗാനിക് കെമിസ്ട്രി ഒന്നും ദയവ് ചെയ്ത് പുതുതായിട്ട് പരീക്ഷയുടെ തലേ ദിവസം പഠിക്കരുത്. ഇനി അടുത്ത കാര്യം, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ കൂട്ടും. ചില കൺസെപ്റ്റുകൾ ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളിടത്ത് നിങ്ങൾ നിമോണിക്സ് യൂസ് ചെയ്യാം. ചില കുട്ടികൾക്ക് എഴുതി പഠിച്ചാലേ ഓർമ്മയുണ്ടാവുള്ളൂ. അവർ പോയിന്റ്സ് എഴുതി തന്നെ പഠിക്കുകയാണ്. പരീക്ഷയുടെ തലേ ദിവസം നല്ല ഉറക്കം വേണം, കാരണം ബ്രെയിന് നല്ല റെസ്റ്റ് ആവശ്യമുണ്ട്. ഇനി അടുത്ത കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ പരീക്ഷ നടന്ന് നല്ല കൃത്യമായിട്ട് കഴിച്ചിട്ട് വേണം പോകാൻ. പിന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ ആൻസൈറ്റി ഒക്കെ ഉള്ള പിള്ളേർക്ക് ബ്രീത്തിങ് എക്സസൈസ് നടത്താം. ഇനി എക്സാം സെന്ററിൽ ഇരിക്കുമ്പോൾ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി പോവാം. അതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. രണ്ടാമത്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഒരുവിധം ഞാൻ എഴുതി കഴിഞ്ഞു, ഇനി ഈ 2-3 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, അതെനിക്ക് ഡീൽ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ ബാങ്ക് ഔട്ട് ആവില്ല. താങ്ക് യു.